കുടിച്ചിട്ടുണ്ടല്ലേ? കുടിച്ചു, കുറച്ചേറെ കുടിച്ചു. എന്തിനാ കുടിച്ചേ? സന്തോഷിക്കാൻ, സ്വകായിട്ട് ഉറങ്ങാൻ. നെഞ്ചിലെ തീ കെട്ടു. ഇപ്പോ കുളിര. ഗൗരി ഉറങ്ങിയോ? ഉറങ്ങി. നേരെ എന്തായിരുന്ന വിചാരം? പിന്നെ നീ എന്താ ഉറങ്ങാഞ്ഞ്? എല്ലാം എനിക്കറിയാം പെണ്ണെ. നിന്റെ മോഹം എനിക്കറിയാം. എല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കായിരുന്നു. ഗൗരിയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഒരു താലി ഞാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ പറയാതിരുന്നൊരു കാര്യം ഇപ്പൊ ഞാൻ പറയട്ടെ. അന്ന് സാരി തന്നത് വലിച്ചെറിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് അത് മനസ്സറിഞ്ഞ് തന്ന പുടവയായിരുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ആകാശത്തിരുന്ന് ഞാൻ കണ്ടു. ആകാശത്തോ? ഗന്ധർവന്റെ അവതാരം ഞാൻ. ഗൗരി എന്നൊരു അതിസുന്ദരി ഭൂമിയിൽ നിൽക്കുന്നുണ്ട്, പറന്നിറങ്ങിയതാ. ശരിക്കും ഒരു ഗന്ധർവൻ തന്നെയാ. വലിയ കേമനാണെന്ന് കേട്ടു. കുടമാളൂർ അപ്പുക്കുട്ടെന്ന് പറഞ്ഞ നാലാൾ അറിയും. ശിഷ്യനായിട്ട് കൊണ്ടു നടക്കുന്നത് എനിക്ക് അഭിമാനമാണ് എന്നൊക്കെ അയ്യരുകുളത്തിന്റെ വാഴ്ത്തല്. ഉത്സവം കഴിഞ്ഞു പോകുമ്പോ ഈ പാവത്തിനെ മറന്നുപോകും, എനിക്കറിയാം. എന്നാ ആര് പറഞ്ഞു? നിന്നെ എനിക്ക് എന്നെ മറക്കാൻ കഴിയൂ? കഴിഞ്ഞ ദിവസം അമ്പലമുറ്റത്തുനിന്ന് കൊട്ടിയപ്പോ 2 തവണയ്ക്ക് താളം പഴച്ചു. അയ്യരോടും ചോദിക്കാ എന്താ പറ്റിയെന്ന്. എനിക്കെന്താ പറ്റിയേ? ഒരിക്കലും എനിക്ക് താളം പഴച്ചിട്ടില്ല. കൊട്ടാൻ നിൽക്കുമ്പോ മറ്റൊന്നും മനസ്സിലുണ്ടായിട്ടില്ല. ഇപ്പോ ചെണ്ട കയ്യിലെടുത്ത മനസ്സ് നിറയെ നീയാ. മനസ്സിൽ സങ്കല്പിച്ച പോലെ ഞാൻ ശരിക്കും ഗന്ധർവനായിരുന്നെങ്കിൽ ആരും കാണാതെ പല രൂപത്തിൽ ഞാൻ വന്നേനെ. നക്ഷത്രങ്ങളായി വന്ന് നിന്റെ ഈ കണ്ണുകളിൽ ഒളിച്ചേനെ. പിന്നെ കാറ്റായി വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചേനെ. പിന്നെ ശലഭമായി വന്ന് ഈ ചുണ്ടിലെ തേൻ കുടിച്ചേനെ.
ദിവസം കഴിഞ്ഞാ ഇവിടുത്തെ ഉത്സവം തീരും. അത് കഴിഞ്ഞാ എന്നാ ഒന്ന് കാണുക? അടുത്ത ഉത്സവത്തിന് വരുമോ? അടുത്തത് എങ്ങോട്ടാ? എനിക്കറിയില്ല. ഒരിക്കലും തീരാത്തൊരു ഉത്സവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് പോവാം. ഞാൻ ഇക്ലിടും. ആരാടാ ഈ അപ്പു? അപ്പു ആരാണ്? ഞാനാ. ഓഹോ, നീയാണല്ലേ ചെണ്ടക്കാരൻ കുടമാളൂർ അപ്പുക്കുട്ടൻ. കഴുത്തോട് താഴെ തീരും. ഇനി മേലെ അവളെ കണ്ടുപോയോ? ഈ കൈകൊണ്ട് നീ ചണ്ടോട്ടില്ല. ആരാവൻ? ആരാടി അവൻ? അവൻ പറഞ്ഞതൊക്കെ സത്യാണോ? ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞെന്ന് വെച്ച് നീ ഇതത്ര കാര്യാക്കണ്ട ശിവൻകുട്ടിയെ. എന്തെല്ലാം തമാശകൾ കാട്ടണ ഗൗരി, ഇതും അങ്ങനെ കൂട്ടിയാ മതി. ഉത്സവപ്പറമ്പാവുമ്പോ പലരും വരും പോകും. ആ. പെൺകുട്ടികളെ തരത്തിന് കിട്ടിയ പുന്നാരം പറഞ്ഞ് പാട്ടിലാക്കാൻ ചില അറാം പറഞ്ഞവർക്ക് വലിയ ബിരുദാണ്. മോളെ, ഈ പ്രായമായ പെണ്ണാണിപ്പോ. പഴയ പോലെ കുട്ടിയല്ല, സൂക്ഷിക്കണം. ഉത്സവം കഴിയുമ്പോ അവൻ അവന്റെ പാട്ടിന് പോവും. പിന്നെ ഇവര് കാണാൻ പോണ്ടോ? കാണും. എന്താ നീ പറഞ്ഞേ? കാണും. കാണാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. തെക്കാനും പറയുന്നോ? കുട്ടിയാണ് ഇത് സാധനം. ശിവകുട്ടി, ഇതൊന്ന് അടങ്ങ്, ഞാൻ ഒന്ന് പറയട്ടെ. മോളെ, ചേട്ടൻ എനിക്കൊരു കല്യാണം ആലോചിച്ചിരിക്കുക. ആളെ ഈ അറിയും. എനിക്ക് കേൾക്കണ്ട. കേൾക്കണം. ഞാൻ പറഞ്ഞ നീ കേൾക്കണം. പങ്കിനായിട്ട് കല്യാണം ഞാൻ ഉറപ്പിച്ചിരിക്കാം. അല്ലേ നിനക്ക്? ചട്ടമ്പിത്തരം കാട്ടി കള്ള് ഷോപ്പിൽ കയറി നടക്കണ ഒരാള് കുളിച്ചു വന്നപ്പോ ചേട്ടന്റെ പെങ്ങളൊക്കെ തന്നെ യോഗ്യനായി. നാടല്ലേ ചേട്ടന്? എടി, നിന്നെ- ഇതെന്തായാലും തെറ്റ് തന്നെയാ. തല്ലേണ്ടിരുന്നില്ല. അവള് കുട്ടിയല്ലേ. അതാണ് നമുക്ക് തെറ്റിയത്. ഞാൻ അവളെ ഇന്ന് വരെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. ഒക്കെ തെറ്റ് നടന്നതിന്റെ ചൂട് ഇപ്പോഴും മാറിയിട്ടില്ല. കാല് വളരുന്നോ കൈ വളരുന്നോ നോക്കിയിരുന്നിട്ട് ഇപ്പോ ഒറ്റ ദിവസം കൊണ്ട് അവൾ എന്നേക്കാ വലുതായി. അതെ, അവള് വലുതായിരിക്കുന്നു. സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടടുത്ത് അവൾ ആരെക്കാളും വലുതായിരിക്കുന്നു. തീരുമാനം എടുക്കാൻ ഞാനുണ്ട്. അവൾ അനുസരിച്ചാ മതി. ഇല്ല, അനുസരിപ്പിക്കും ഞാൻ. ഹാ, തല്ലിയും കൊട്ടിയും പട്ടിണി കിട്ടി നടത്തേണ്ട കാര്യമാണ് കല്യാണം. നീ ഒന്ന് നന്നായിട്ട് ആലോചിക്ക്. പെൺകുട്ടികളുടെ മനസ്സിന്റെ മാറ്റം ഞൊടിയിടയില. അച്ഛനും സഹോദരനും അതറിയില്ല.
അതറിയാൻ പെറ്റമ്മ തന്നെ വേണം. കല്യാണം എന്ന് പറയുമ്പോ അവൾക്കും ഉണ്ടാവും ചില ഇഷ്ടങ്ങളൊക്കെ. നിങ്ങൾക്കറിയാലോ, സ്വന്തമായൊരു ഇഷ്ടം വെച്ച് ഞാൻ ഇന്ന് വരെ ജീവിച്ചിട്ടില്ല. 12ാമത്തെ വയസ്സിൽ ഉത്സവപ്പറമ്പിൽ വന്നാണ് ഞാൻ. അന്ന് എന്റെ പ്രായത്തിലുള്ള കുട്ടികള് കളിപ്പാട്ടം വാങ്ങി നടക്കുമ്പോ ഞാൻ എന്റെ കച്ചവടക്കാരനായി. ഉത്സവങ്ങളുടെ നടുവ് ജീവിക്കുമ്പോഴും അതിന്റെ സന്തോഷം ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാം അവക്ക് വേണ്ടിയായിരുന്നു. എന്നിട്ട് അവക്കിപ്പോ എന്നേക്കാൾ വലുത് ഇന്നലെ വന്നേ ചണ്ടക്കാരനാ. ഞാൻ പങ്കെടു വാക്ക് കൊടുത്തതാ, ആ കല്യാണം നടക്കൂ. എന്തായാലും ഒന്നുകൂടി ആലോചിക്കണാണ് ബുദ്ധി. ഒന്നും ആലോചിക്കാനല്ല, ഈ കാര്യത്തിൽ ആരുടെ ഉപദേശം എനിക്ക് വേണ്ട. പങ്കനെ അവൾ കല്യാണം കഴിക്കും, ഞാൻ കഴിപ്പിക്കും. എന്തൊരിപ്പാ പൊന്നെ ഇത്. നിനക്ക് നല്ലത് വരാൻ വേണ്ടിയല്ലേ അവൻ ഓരോന്ന് ചെയ്യുന്നത്. ഊണും ഉറക്കവും കളഞ്ഞ് അവൻ ജീവിക്കുന്നതേ നിനക്ക് വേണ്ടിയാ. 2 ദിവസമായി ശിവേട്ടന് ആഹാരം കഴിച്ചിട്ട്. എന്റെ സങ്കടം കാണാൻ ആരുമില്ല. എല്ലാരും എനിക്കിപ്പോ മനസ്സിലായി. കുഞ്ഞായിരുന്നപ്പോ പുഴയെ കിടക്കണ ആനയ്ക്കും മാനത്ത് പൊട്ടണ ആവട്ടിനും വേണ്ടി വാശി പിടിച്ച് കരഞ്ഞ ഓർമ്മയുണ്ടോ നിനക്ക്? അതുപോലല്ല ഇത്. പെൺകുട്ടിയോട് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല കല്യാണം. കുറച്ചു ദിവസം കഴിയുമ്പോ ഇതൊക്കെ മാറും. യശോദേച്ചി എന്നെ ഇത് പറയണം. ശിവേട്ടന്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ ചേച്ചിക്ക് പറ്റുമോ? ഇതൊരു ഉത്സവം കൊണ്ട് തീരണ കമ്പല്ലെന്നാ തോന്നണേ. പങ്കജാക്ഷൻ എന്താ ഒരു കുഴപ്പം? നിന്നെ പൊന്നുപോലെ നോക്കും. എന്തിനാ എന്നെ എല്ലാരും കൂടി ഇങ്ങനെ നിർബന്ധിക്കണേ? ഇതിനേക്കാ പേരെ എന്നെ അങ്ങ് കൊല്ലുക. അതെ, കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നേ. ഇങ്ങനെയാണെങ്കിൽ പട്ടിണി കിടന്ന് അവളെ കൊല്ലേണ്ടി വരില്ലെന്നാ തോന്നണേ. ചാവട്ടെ, പത്നി കിടന്ന് ചാവട്ടെ. എടി, ഞാൻ കൊടുത്ത വാക്ക് കേട്ട് പങ്കൻ എല്ലാവർക്കും കാത്തിരിക്കുക. അവനോട് ഞാൻ ഇനി എന്ത് പറയും? ഇതൊന്നും നീ കാര്യാക്കണ്ട. വേഗം കല്യാണം നടത്താൻ നോക്ക്. അത് കഴിയുമ്പോ ഒക്കെ മറക്കും. ഇല്ല, മറക്കാൻ എനിക്ക് പറ്റില്ല. എടി, എനിക്ക് വാക്കൊന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അനുസരിച്ചില്ല നിന്നെ തല്ലിക്കോ, തല്ലിക്കൊല്ല്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പിന്നെ ഏട്ടന് വാക്ക് തെറ്റിയത് സങ്കടപ്പെടുന്നു വരില്ല.